ആരാ? മാറ്റിൻ ഷോ കഴിഞ്ഞല്ലോ, വിവരമില്ലാതെ അറിഞ്ഞോ? നല്ല എ സി, നല്ല തിയേറ്റർ, കുഴപ്പമില്ല, തിയേറ്റർ നല്ലതാണ്. നല്ല ഐശ്വര്യമുള്ള തുടക്കം. ചുരുളി യൂണിവേഴ്സ് ആണ്, ഇതൊന്നും മനസ്സിലാവില്ല. സെക്കൻഡ് പാർട്ട് അതൊന്നും മനസ്സിലാവില്ല. സെക്കൻഡ് പാർട്ടായിരിക്കും തീ പടർത്താൻ പോണത്. പഞ്ചായത്തിൽ പോലും വരണ്ട, വിട്ടോളി. ഇത് ലിജോ എടുത്തിട്ട് ലിജോന്റെ വീട്ടിൽ നിന്ന് കാണണം, അല്ലാതെ നമ്മളെ കൊണ്ട് കാണാൻ പറ്റൂല. ആന്താ മോനിസത്തിനൊക്കെ അങ്ങനെ ടോക്ക് ഒരൊലക്ക കിട്ടുമോ? ടിനു പാപ്പച്ചൻ പറഞ്ഞു, ഞാൻ പുറത്തിരുന്നിട്ട് ഞാൻ പടം കാണും, തിയേറ്ററിൽ ഫാൻസ് കത്തിക്കുന്നത് എനിക്ക് കാണുന്ന ടിനു പാപ്പച്ചൻ പറഞ്ഞു. എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇതാണ്. ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തുനിന്ന് കാണാന്ന് വിചാരിക്കും. പുറത്തു നിൽക്കാന്ന് വെച്ചാൽ തിയേറ്ററിൽ കുല്ലുന്നു. ആ രീതിയിലായിരിക്കും ലാൽ സാറിന്റെ ഇൻട്രോ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. ചിലപ്പം തീട്ടിട്ടുണ്ടാവും. വാണപ്പുറം ഒന്നും കുലുങ്ങിയില്ല. ഞാൻ മാത്രമായിട്ടിരുന്ന് ഉറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് താൻ എന്തിനു ഉദ്ദേശിക്കുന്നു? ഞാൻ എന്ത് ചെയ്താലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടേ ചെയ്യാറുള്ളൂ. കുലുങ്ങിയ തിയേറ്റർ, പിന്നെ സൗണ്ട് കേട്ട് കുലുങ്ങി. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ. സൂപ്പർ. അയ്യോ, വളരെ മോശമായിട്ടുണ്ട്. അല്ല, അത് മോള് വിചാരിക്കും പോലെ ഒന്നല്ല. ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾ കേട്ടതൊക്കെ പോയി, ഇനി കാണാൻ പോണതൊക്കെ മൂഞ്ചലാണ്. ആവറേജ് മൂവിയാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവണം? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ, എനിക്കൊന്നും മനസ്സിലായില്ല ചേട്ടാ, ലൈക്ക് എനിക്ക് വർക്കായില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവന്മാരോട്, ഇതൊന്നും ഏക്കൂലെന്ന്. കൊഞ്ചം അങ്ക പാറ് കണ്ണ. ടോട്ടലി നല്ല പടമാണ്. ഇതുപോലെ പടം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. മൂവി പ്രതീക്ഷ വന്നവർക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള നിന്റെ മനസ്സിനെ കുറിച്ച് ആശ്വാസം തോന്നല്ലേ? പ്രതീക്ഷിച്ച ലെവലെന്നല്ല, ഇതുവരെ കാണാത്തൊരു തരം പടം. അതാണ് ശേഖരൻകുട്ടി. നീ ഹാപ്പി ആണല്ലോ? എനിക്കത് മതി. എൽജെപ്പിയുടെ ഫിലിമാണ് നമുക്കറിയാം. അപ്പൊ ആര് ബോധം വെച്ചാണ് കാണാൻ വരാനായിട്ട്. അങ്ങനത്തെ ഒരു ബോധം പോലെ ഒരുത്തരും അകത്ത് എല്ലാമാരും വിറപ്പിക്കല്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. ആ എൽജെപ്പിയുടെ ലോകത്തേക്ക് നമ്മൾ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇമാരൊന്ന് വിറപ്പിക്കൽ തുടങ്ങും. പടം എൽജെപ്പിയുടെ പടം എന്താണെന്ന് വിചാരിക്കുന്നത്. ആ പടത്തിനുള്ളതുണ്ട് പടം. മതി, ഇത് ധാരാളം മതി. കുറച്ചും കൂടി ബെറ്റർ ഓഡിയൻസിന് അർഹിക്കുന്നുണ്ട് ഈ സിനിമ. ഈ ഫാൻ ഷോയ്ക്ക് പറ്റിയൊരു സിനിമയല്ല. പോയിന്റ്. ഫാൻസ് വേറെ എന്തോ എമ്പുരാനോ ലൂസിഫറൊക്കെ പ്രതീക്ഷ വന്നിട്ട് അവര് ഫുള്ള് കയ്യടിയും. നമ്മൾ ഡയലോഗ് പറയാൻ പോലും അവര് സമ്മതിക്കുന്നില്ല. ഓൾറെഡി അവർ തീരുമാനിച്ചു ഇത് ശോകമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇങ്ങനത്തെ എൽജെപിയുടെ പടം പ്രതീക്ഷ വരുന്നവർക്ക് പോലും ഡിസപ്പോയിന്റ്മെന്റ് അവര് കാരണം ഉണ്ടാവുകയാണ്. വളരെ മോശമായിപ്പോയി. അത് ശരിയല്ലല്ലോ, അത് പറ്റില്ലല്ലോ. നമ്മൾ ലിജോ പടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എന്നാ പിന്നെ പേടിക്കണ്ട. അല്ലാതെ നമ്മളൊരു മാസ പടം അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു വലിയ സെറ്റപ്പ് പടത്തിലേക്കാണ് വന്നെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് ലൈക്ക് ആവുന്നു. ഏറ്റവും കൂടുതൽ ഈ പടത്തിന്റെ നട്ടലായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ഒരു സിനോട്ടോഗ്രാഫി നമ്മുടെ പിന്നെ മധു നീലാണ്ടൻ സാറാണ്. അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. മിക്സഡ് ഒപ്പീനിയനാ വരിക. സ്വാഭാവികം. പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.